നമസ്കാരം. KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അബേഷ് രഘുവരൻ. പ്രധാന വാർത്തകൾ. നിലമൊരുക്കി കാത്തിരുന്ന മാരാൻ പാടത്ത് മട വീണു. 800 ഏക്കർ പാടശേഖരം വെള്ളം വറ്റിച്ച് വിതയ്ക്കാൻ നിലമൊരുക്കിയതിനു ശേഷം മട വീണത് കർഷകർക്ക് കനത്ത ആഘാതമായി. കുട്ടനാട്ടിൽ കുടിവെള്ളത്തിനായി കുട്ടനാട് MLA 40 ലക്ഷം രൂപ അനുവദിച്ചു. വിവിധ പഞ്ചായത്തുകളിലെ പൈപ്പ് ലൈനുകൾ പുതുക്കി ശുദ്ധജലം ലഭ്യമാക്കുന്നതിനായാണ് പദ്ധതി. കേരളത്തെ രക്ഷിക്കാൻ ഇരുമുന്നണികളുടെയും അഴിമതി രാഷ്ട്രീയത്തിൽ നിന്ന് കേരളത്തെ രക്ഷിക്കാൻ NDAയെ വിളിക്കാൻ സെക്രട്ടേറിയറ്റ് ധർണ നവംബർ 1. വാർത്തകൾ വിശദമായി. മാരാൻ കായലിൽ മട വീണു. നീലമ്പേരൂർ കൃഷിഭവന്റെ കീഴിൽ വരുന്ന KL ബ്ലോക്ക് ആപ്പ് കായൽ എന്നറിയപ്പെടുന്ന മാരാൻ കായലിലാണ് ബുധനാഴ്ച പുലർച്ചെ മട വീണത്. 800 ഏക്കർ വരുന്ന പാടശേഖരത്തിലെ വെള്ളം പൂർണ്ണമായി വറ്റിച്ച് നിലമൊരുക്കിയിരുന്നു. പാട്ടകൃഷിക്കാരും മിച്ചഭൂമി കർഷകരുമടക്കം 400 മുകളിൽ കർഷകരാണ് പാടശേഖരത്തുള്ളത്. ഇതിൽ തന്നെ 140 ഏക്കർ കൃഷി ചെയ്യുന്നത് നാമമാത്ര മിച്ചഭൂമി കർഷകരാണ്. കായൽ നിലമാണെങ്കിലും കുട്ടനാട് പാക്കേജിന്റെ ആദ്യഘട്ടം പുറംബണ്ട് നിർമ്മാണത്തിൽ മാരാൻ കായൽ പാടശേഖരം ഉൾപ്പെട്ടിരുന്നില്ല. ഇതാണ് കർഷകർക്ക് തിരിച്ചടിയായത്. ഇനി വെള്ളം വെറ്റിച്ച് കൃഷി ഇറക്കിയാൽ തന്നെ കാർഷിക കലണ്ടർ പിന്തുടരുവാനും സാധിക്കില്ല. നവംബർ 10 വിതയ്ക്കുവാനിരുന്ന പാടശേഖരത്ത് ഡിസംബർ അവസാനമേ വിതയ്ക്കുവാൻ സാധിക്കുമെന്ന് പാടശേഖര സമിതി കൺവീനർ ജോസഫ് പറഞ്ഞു. ഞങ്ങളുടെ മാരാൻകായൽ എന്നറിയപ്പെടുന്ന നീലമ്പൂർ കൃഷിഭവനിൽപ്പെട്ട പാടശേഖരമാണിത്. KL ബ്ലോക്ക് ആപ്പുകായൽ എന്നറിയപ്പെടുന്ന പാടം ഏകദേശം 800 ഏക്കറോളം വരുന്നുണ്ട്. അതിൽ 140 ഏക്കറോളം മിച്ചഭൂമി കർഷകരാണ്. അതായത് പുളുങ്ങുന്ന്, കൈനഗിരി, കുമരകം പല സ്ഥലങ്ങളിൽ എത്തുന്ന കൃഷിക്കാരാണ് ഇവിടെ ഉള്ളത്. ഏതാണ്ട് വെള്ളം വറ്റി നില ഒരുക്കുന്ന കാലഘട്ടം സമയമായപ്പോഴാണ് കഴിഞ്ഞ രാത്രി 12 മണിക്ക് മട വീണ് പോകണം. മഴ ഏകദേശം ഒരു 30 മീറ്ററോളം നീളവും 10 മീറ്ററോളം താഴ്ചയുണ്ട്. അതൊരു കുത്തിയെടുക്കണമെങ്കിൽ ഏകദേശം ഒരു 10 ലക്ഷം രൂപയോളം ചിലവാകുന്നൊരവസ്ഥയാണ് ഉള്ളത്. ഇനി കുത്തിയെടുത്താൽ തന്നെ കാർഷിക കലണ്ടർ അനുസരിച്ച് ഒരു മാസം നീണ്ടുപോകും. കുട്ടനാട് പാക്കേജുമായി ബന്ധപ്പെട്ട് യാതൊരു വർക്കുകളും കിട്ടാത്ത കായലുകളിൽപ്പെടുന്ന ഏക ഒരു പാടശേഖരമാണ് നമ്മുടെ ഈ KL ബ്ലോക്ക് ആപ്പുകാൽ പാടശേഖരം. പാടശേഖരത്തെ വെള്ളം വറ്റിക്കുന്നതിനും മട കുത്തുന്നതിനുമായി 10 ലക്ഷം രൂപയോളം ചിലവ് വരുമെന്ന് കർഷകർ പറയുന്നു. രണ്ടാം കൃഷിയില്ലാതിരുന്ന പാടശേഖരത്ത് പുഞ്ചകൃഷി കൂടി നടക്കാതെ വന്നാൽ കനത്ത പ്രഹരമാകുമിത് കർഷകർക്ക്. ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തു നിന്നും അടിയന്തരമായ സഹായമുണ്ടായെങ്കിൽ മാത്രമേ വെള്ളം വറ്റിച്ച് പുഞ്ച ഇറക്കുവാൻ സാധിക്കൂവെന്നും കർഷകർ പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട ആലപ്പുഴ ജില്ലാ കളക്ടർക്കും വകുപ്പ് മന്ത്രിക്കും മറ്റധികൃതർക്കും നിവേദനം നൽകുമെന്നും പാടശേഖര സമിതി അറിയിച്ചു. കുട്ടനാട് നിയോജക മണ്ഡലത്തിൽ വരൾച്ചാ ദുരിതാശ്വാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുടിവെള്ളം ലഭ്യമാക്കുന്നതിന് 40 ലക്ഷം രൂപ അനുവദിച്ചതായി തോമസ് ചാണ്ടി MLA. മുട്ടാർ പഞ്ചായത്ത് ടാങ്ക് സൈറ്റ് മുതൽ കൈതത്തോട് പാലം വരെ 5 ലക്ഷം രൂപയും വെളിയനാട് പഞ്ചായത്തിലെ കിടങ്ങറ ബസാർ ജംഗ്ഷനിൽ AC കനാൽ പാലം മുതൽ തെക്കോട്ട് 5 ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ട്. നെടുമുടി പഞ്ചായത്ത് 9ാം വാർഡിലും 5 ലക്ഷം രൂപ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ചു. ചമ്പക്കുളം പഞ്ചായത്തിൽ മുണ്ടകത്തിൽ മുതൽ വാരിക്കാട്ട് വരെ 1.5 ലക്ഷം രൂപയും രാമഗിരി എടത്തുവ പഞ്ചായത്തുകളിൽ വാൽവ നിർമ്മിക്കുന്നതിനും പണം അനുവദിച്ചു. കൈനഗരി പഞ്ചായത്ത് ഓങ്കാളി അമ്പലം മുതൽ അങ്കനവാടി വരെ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനും 5 ലക്ഷം രൂപ വകകൊള്ളിച്ചിട്ടുണ്ട്. പദ്ധതി യുദ്ധകാലാടിസ്ഥാനത്തിൽ തീർക്കുമെന്നും MLA പറഞ്ഞു. കേരളത്തിലെ ഇരുമുന്നണികളുടെയും അഴിമതി രാഷ്ട്രീയത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ NDAയ്ക്ക് മാത്രമേ കഴിയൂവെന്ന് RSP B നേതാവ് പ്രൊഫസർ AV താമരാശൻ ആലപ്പുഴയിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തെ രക്ഷിക്കാൻ ഇന്നല്ലാതെ മറ്റാർക്കും കഴിയില്ല. അത് ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ ഒരു വലിയ ക്യാമ്പയിൻ തുടക്കം കുറിക്കുന്നത് ഈ നവംബർ 1 കേരള പ്രതിദിനത്തിലാണ്. അന്ന് രാവിലെ 10 മണി മുതൽ 5 മണി വരെയാണ് ഞങ്ങളൊരു ഉപവാസം വെച്ചിരിക്കുന്നത്. തുടർന്ന് കേരളത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളിലും എല്ലാ ജില്ലകളിലും മണ്ഡലങ്ങളിലും പഞ്ചായത്തുകളടക്കം ഇതിൻ്റെ വലിയൊരു ക്യാമ്പയിൻ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുക. ഇന്ന് നമ്മുടെ സംസ്ഥാനം വലിയ സാമ്പത്തികമായ കടക്കിണിയിലാണ്. എല്ലാ മേഖലയും കേരളം പിറകിൽ കിടക്കുക. ഇവിടെ ദേശീയ തലത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതുപോലെ തന്നെ ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടികളും ചരിത്രത്തിൽ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രതിസന്ധി നേരിടുകയാണ്. ഒരിക്കലും കരകയറാനാവാത്ത തരത്തിലുള്ള പ്രതിസന്ധികളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നാലും ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടികളും ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്.
NDA വിളിക്കൂ കേരളത്തെ രക്ഷിക്കുമെന്ന മുദ്രാവാക്യമുയർത്തി RSP B നേതൃത്വത്തിൽ നവംബർ 1 സെക്രട്ടേറിയറ്റ് പടിക്കൽ കൂട്ട ഉപവാസം നടത്തും. രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ നടക്കുന്ന ഉപവാസ സമരം BJP സംസ്ഥാന പ്രസിഡന്റ് V. മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. സമാപന യോഗം BJP നേതാവ് O. രാജഗോപാൽ ഉദ്ഘാടനം ചെയ്യും. PK കൃഷ്ണദാസ്, CK പത്മനാഭൻ, PS ശ്രീധരൻപിള്ള തുടങ്ങിയവർ സംസാരിക്കും. ചേമ്പിലക്കാട് മുരളി, AP ജോർജ്, KP മോഹനൻ, റഷീദ് മണ്ണഞ്ചേരി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ വിശ്വപ്രസിദ്ധമായ പൊങ്കാല ഡിസംബർ 5 നടക്കും. പൊങ്കാലയുടെ സുഗമമായ നടത്തിപ്പിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയതായി ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു. ഡിസംബർ മാസം 5 തീയതി വെള്ളിയാഴ്ച പൂർവാധികം ഭംഗിയായി പ്രൗഢഗംഭീരമായി കൊണ്ടാടപ്പെടുകയാണ്. പൊങ്കാലയോടനുബന്ധിച്ച കേരളത്തിനകത്തും പുറത്തു നിന്നുള്ള ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ ചക്കുളത്തുകാവിൽ എത്തിച്ചേരുന്നതും ക്ഷേത്ര പരിസര പ്രദേശങ്ങൾ കൂടാതെ തകഴി മുതൽ തിരുവല്ല വരെയും മുട്ടാർ കിടങ്ങറ റോഡിലും വിയപുരം ഹരിപ്പാട് റോഡിലും കടപ്ര മാന്നാർ മാവേലിക്കര റോഡിലും തിരുവല്ലയിൽ നിന്ന് MC റോഡ് മാർഗം മുത്തൂറ്റ ചങ്ങനാശ്ശേരി ഭാഗത്തേക്കും പന്തളം ചെങ്ങന്നൂർ പന്തളം ഏരിയയിലും MC റോഡിൻ്റെ ഇരുവശങ്ങളിലുമായും ഇപ്പം നടുവിലുള്ള മറ്റ് പൊതു സ്റ്റേഡിയങ്ങളിലും ഒക്കെയായി ഏതാണ്ട് 10 ലക്ഷത്തിലധികം ഭക്തജനങ്ങൾ പൊങ്കാലയ്ക്ക് പങ്കെടുക്കുന്നതും സൗത്ത് ഇന്ത്യ ദർശിക്കുന്ന ഏറ്റവും വലിയ ഭക്തജന സംഗമത്തിന് ചക്കുളത്തുകാവ് വേദിയാവുന്നതുമാണ്. ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളുടെ അതിർത്തി പ്രദേശമാകിയാൽ 2 ജില്ലകളിലും വ്യാപിച്ച് വൻ ഭക്തജന പ്രവാഹവും തിരക്കും അനുഭവപ്പെടുന്നതും പൊങ്കാലയുടെ സുഗമമായ നടത്തിപ്പിന് ആലപ്പുഴ, പത്തനംതിട്ട ജില്ലാ കളക്ടർമാരുടെ ആഭിമുഖ്യത്തിൽ പ്രത്യേകം അവലോകന യോഗങ്ങളും കൂടി ബന്ധപ്പെട്ട ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളുടെ സേവനമൊക്കെ ഏകീകരിച്ച് ലഭ്യമാക്കുന്നതിനുള്ള ക്രമീകരണങ്ങളും നടന്നുവരുന്നു. കേരളത്തിനകത്തും പുറത്തുനിന്നുമുള്ള ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുക്കുന്ന ഈ മഹോത്സവത്തിന് ക്ഷേത്ര പരിസരങ്ങൾ കൂടാതെ തകഴി, തിരുവല്ല, കോഴഞ്ചേരി റോഡ്, ചെങ്ങന്നൂർ, പന്തളം, കിടങ്ങറ, പൊടിയാടി, മാന്നാർ, മാവേലിക്കര, ഹരിപ്പാട് എന്നിവിടങ്ങളിലും ഈ പ്രദേശങ്ങളിലുള്ള പൊതുനിരത്തുകളിലും ഇടവഴികളിലുമായി മൊത്തം 70 കിലോമീറ്റർ ചുറ്റളവിൽ വരെ പൊങ്കാല അടുപ്പുകൾ നിരക്കും. ഭക്തിയുടെ വഴിത്താരയിൽ വിശ്വാസം കസവണിഞ്ഞ് കാർത്തിക സ്തംഭം കൈകൂപ്പി തൊഴുതുരുകുന്ന വെമ്പലിൽ തൃക്കാർത്തിക സൂര്യൻ മിഴിതുറക്കുന്നത് പൊങ്കാലയുടെ പുണ്യത്തിലേക്കാണ്. നാടും നഗരവും യജ്ഞശാലയായി മാറുന്ന നിമിഷത്തിൽ കോട് പുണ്യം നിറഞ്ഞു തൂവാൻ കണ്ണെത്താ ദൂരത്തോളമാണ് നിരനിരയായി മൺകലങ്ങൾ. വ്രതശുദ്ധിയോടെ ദൂരസ്ഥലങ്ങളിൽ നിന്നുള്ളവർ ഉൾപ്പെടെ സ്ത്രീ ലക്ഷങ്ങളാണ് തുളസിയിലണിഞ്ഞ് സങ്കടങ്ങളുടെ ഉരുക്കഴിക്കുന്നത്. നിറകലങ്ങളിൽ ദേവീ കൃപാവരം ഏറ്റുവാങ്ങാനെത്തുന്നത്. അമ്മയുടെ അനുഗ്രഹം തേടി ധന്യരാകാൻ മലയാളത്തിന്റെ മനം മാത്രമല്ല പുണ്യം ചെയ്യുന്ന കാർത്തിക നാളിൽ തുടിക്കുക. തമിഴ്നാട്, കർണാടക, ആന്ധ്ര തുടങ്ങിയ മറുനാടുകളിൽ നിന്നും ഒട്ടനവധി ഭക്തരെത്തുന്നു. അഭീഷ്ടസിദ്ധി, മംഗല്യഭാഗ്യം, ഐശ്വര്യപ്രാപ്തി എന്നിവയ്ക്കായുള്ള ആത്മസമർപ്പണ വഴിപാടാണ് ചക്കുളത്തുകാവിൽ പൊങ്കാല. അങ്ങനെ വിശ്വാസ തീവ്രതയുടെ പര്യായമായി പൊങ്കാല മാറി. ഡിസംബർ 5 പുലർച്ചെ പൊങ്കാല ചടങ്ങുകൾ ആരംഭിക്കും. രാവിലെ 9 പൊങ്കാലയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ക്ഷേത്ര ശ്രീകോവിലിൽ നിന്നും പണ്ടാര അടുപ്പിലേക്ക് മുഖ്യ കാര്യദർശി രാധാകൃഷ്ണൻ നമ്പൂതിരി അഗ്നി പകരും. മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി പൂർണ്ണ അമൃതാനന്ദപുരി ഭദ്രദീപം തെളിക്കും. മാതൃഭൂമി ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ MP വീരേന്ദ്രകുമാർ പൊങ്കാല ഉദ്ഘാടനം ചെയ്യും. 11 500-ലധികം വേദപണ്ഡിതന്മാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ദേവിയെ 41 ജീവതകളായി എഴുന്നള്ളിച്ച് ഭക്തർ തയ്യാറാക്കിയ പൊങ്കാല നിവേദിക്കും. വൈകിട്ട് 6 കുട്ടനാട് MLA തോമസ് ചാണ്ടിയുടെ അധ്യക്ഷതയിൽ കൂടുന്ന സാംസ്കാരിക സമ്മേളനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. ക്ഷേത്ര കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരി, അഡ്മിനിസ്ട്രേറ്റർ അഡ്വക്കേറ്റ് KK ഗോപാലകൃഷ്ണൻ നായർ, രമേശ് ഇളമൺ നമ്പൂതിരി, ഹരിക്കുട്ടൻ നമ്പൂതിരി, ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് PD കുട്ടപ്പൻ, സെക്രട്ടറി സന്തോഷ് ഗോകുലം, അജിത് കുമാർ പിഷാരത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഓട്ടോറിക്ഷ തൊഴിലാളികൾ ചങ്ങനാശ്ശേരി പൊതുമരാമത്ത് വകുപ്പ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ചങ്ങനാശ്ശേരി SH ജംഗ്ഷന്റെ വികസനം ആവശ്യപ്പെട്ടാണ് ഓട്ടോറിക്ഷ തൊഴിലാളികൾ മാർച്ചും തുടർന്ന് ധർണയും സംഘടിപ്പിച്ചത്. വിവിധ ഓട്ടോറിക്ഷ തൊഴിലാളി സംഘടനകളുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് സമരം സംഘടിപ്പിച്ചത്. ചങ്ങനാശ്ശേരി ബൈപ്പാസ് അടിയന്തരമായി പൂർത്തീകരിക്കണമെന്ന് മാർച്ചിനെ തുടർന്ന് നടന്ന ധർണ PWD ഓഫീസ് പടികൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് BMS മേഖലാ പ്രസിഡന്റ് രാംപ്രകാശ് ആവശ്യപ്പെട്ടു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ നാടിന്റെ വികസനമാണ് നമുക്ക് ആവശ്യം. ഈ നാടിന്റെ ആവശ്യം എന്ന് പറയുന്നത് വികസനമാണ്. SIT ജംഗ്ഷനിൽ ഏതാണ്ട് 12ഓളം പേര് മരിക്കുകയും ഏതാണ്ട് 100 കണക്കിന് ആൾക്കാർ ജീവക്ഷമമായിട്ട് ജീവിക്കുകയും കുടുംബങ്ങളും അടങ്ങുന്ന ഒരു സംഖ്യ ഈ നാടിന്റെ വേദനയായിട്ട് ഇന്നും നിലനിൽക്കുകയാണ്. അതിനെ എങ്ങനെ പരിഹരിക്കാൻ നമുക്ക് സാധിക്കും? നമുക്കറിയാം, ഇന്നലെ കൂടിയ ജനകീയ സദസ്സിൽ തന്നെ പറഞ്ഞു, പല അഭിപ്രായങ്ങളും വന്നു. നമ്മൾ അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഉദാഹരണം പറഞ്ഞിരുന്നു. ഒരു ബൈപ്പാസ് നിർമ്മിക്കുമ്പോൾ ആ ബൈപ്പാസുകളിൽ എവിടെയാണ് ഏറ്റവും കൂടുതൽ തിരക്കുണ്ടാകുന്നത്, ആ തിരക്കുണ്ടാകുന്ന ജംഗ്ഷനുകളിൽ എങ്ങനെയാണ് നിയന്ത്രിക്കാനായിട്ട് വേണ്ടി സാധിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള ഒരു ശാസ്ത്രീയമായ പഠനം നടത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കി അറിയാം, മറ്റ് സ്റ്റേറ്റുകളിലേക്ക് പോയാൽ നമുക്കറിയാം, ഒരു വഴി ഉണ്ടാക്കുമ്പോൾ അതിനുവേണ്ടി തിരക്കുള്ള സ്ഥലങ്ങളിൽ ബൈപ്പാസ് ഉള്ള ജംഗ്ഷനുകളിലൊക്കെ തന്നെ ഫ്ലൈ ഓവറുകൾ നിർമ്മിക്കും.
നമുക്കറിയാം ഫ്ലൈ ഓവറുകൾ നിർമ്മിക്കുന്ന സമയത്ത് അതിനു വേണ്ടിയിട്ടുള്ള ബഡ്ജറ്റ് അതിൽ കൊള്ളിക്കണം. അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്കറിയാം ഒരു സിഗ്നൽ ലൈറ്റ് വേണ്ട, ട്രാഫിക്കിന്റെ ആള് വേണ്ട, ആ മോളിൽ കൂടെ ബൈപ്പാസ് പൊക്കോളും. CITU ചങ്ങനാശ്ശേരി ഏരിയ സെക്രട്ടറി NH നിസാർ അധ്യക്ഷനായി. STDU മേഖലാ കോർഡിനേറ്റർ നൌഷാദ് കുന്നന്താനം, INTUC പ്രതിനിധി KP രജിമോൻ പുളിമൂട്ടിൽ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. ആധാരമെഴുത്തുകാർ പ്രക്ഷോഭത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓൾ കേരള ഡോക്യുമെന്റ്സ് റൈറ്റേഴ്സ് ആൻഡ് സ്ക്രൈബ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി നേതൃത്വത്തിലാണ് സമരം സംഘടിപ്പിച്ചത്. ആധാരമെഴുത്തുകാരുടെ സംസ്ഥാന വ്യാപക സമരത്തിന്റെ ഭാഗമായി കുട്ടനാട്ടിൽ നടന്ന ധർണ ഒന്നാംകര രജിസ്റ്റർ ഓഫീസിൽ ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി ജോജി ഉദ്ഘാടനം ചെയ്തു. തൊഴിൽ സംരക്ഷിക്കുക, ആധാരമെഴുത്തുകാരുടെ തൊഴിൽ സംരക്ഷിക്കുക, വർദ്ധിപ്പിച്ച നികുതികൾ പിൻവലിപ്പിക്കുക, നികുതികൾ പിൻവലിക്കുക, മുദ്രയിൽ എഴുതും കൈകളിതാ, മുദ്രയിൽ എഴുതും കൈകളിതാ, മുദ്രാവാക്യം ഉയർത്തുന്നു, നിദ്രയിലാണ്ടൊരു സർക്കാര്, നിദ്രയിലാണ്ടൊരു സർക്കാര്, ഭദ്രത വേണം ഞങ്ങൾക്കും, ഭദ്രത വേണം ഞങ്ങൾക്കും, ഭദ്രത വേണം ഞങ്ങൾക്കും, ഭദ്രത വേണം ഞങ്ങൾക്കും. ഓർഡിനൻസ് വഴി വർദ്ധിപ്പിച്ച മുദ്രപത്രത്തിന്റെ വില പിൻവലിക്കുക, അശാസ്ത്രീയത നിറഞ്ഞ താരിഫ് വില ഉയർത്തുവാനുള്ള തീരുമാനം ഉപേക്ഷിക്കുക, ക്ഷേമനിധി ബോർഡിന്റെ ചുമതല സ്വതന്ത്രമാക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് മുഖ്യമായി ഉന്നയിക്കുന്നതെന്ന് യൂണിയൻ പ്രസിഡന്റ് ചന്ദ്രമോഹൻ ദാസ് പറഞ്ഞു. ആധാരമെഴുത്തുകാരോടുള്ള സർക്കാരിന്റെ അവഗണന അവസാനിപ്പിക്കുക, ആധാരമെഴുത്തുകാർക്ക് ഇപ്പോൾ തൊഴിൽ സംരക്ഷണം നിലനിർത്തുക, അവരുടെ ജോലിക്ക് തടസ്സം വരാത്ത രീതിയിലുള്ള പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആവശ്യമായ നടപടികൾ സർക്കാർ സ്വീകരിക്കുക, വർദ്ധിപ്പിച്ച നികുതി വർധനവുകൾ പിൻവലിക്കുക, അശാസ്ത്രീയമായ കമ്പ്യൂട്ടർവൽക്കരണം ആധാരമെഴുത്തുകാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള രീതിയിൽ വേണം നടപ്പാക്കാൻ. ആധാരമെഴുത്തുകാരുള്ള ഈ അവഗണന സർക്കാർ അവസാനിപ്പിക്കണം. അതിന്റെ സൂചനയായി സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശാനുസരണം സൂചനയായിട്ട് ഞങ്ങൾ ബുളുകുന്ന് യൂണിറ്റ് അതിലെ ആധാരമെഴുത്തുകാർ ഇവിടെ ബുളുകുന്ന് സബ് രജിസ്ട്രാർ ഓഫീസിന്റെ കീഴിൽ പണിമുടക്ക് നടത്തുകയാണ്. ആധാരമെഴുത്തുകാർക്ക് പ്രായമായ ആളുകളും പ്രായം കുറഞ്ഞ ആളുകളും എല്ലാവരും ഉണ്ട്. കമ്പ്യൂട്ടർവൽക്കരണം, ഈ കമ്പ്യൂട്ടർ പഠിക്കുന്നതിന് പ്രായമായ ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അവരുടെ തൊഴിൽ സംരക്ഷിക്കുക എന്നത് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ട്. ഏത് ക്ഷേമ പെൻഷനുകൾക്കും ഏത് പ്രസ്ഥാനങ്ങൾക്കും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സർക്കാർ നല്ല രീതികൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ആധാരമെഴുത്തുകാരുടെ ഭാഗത്തുനിന്ന് ഈ ആധാരമെഴുത്തുകാരെ ഈ തരത്തിൽ ബുദ്ധിമുട്ടിക്കുന്നത് വളരെ വേദനാജനകമാണ്. ആയതിനാൽ സർക്കാർ വർദ്ധിപ്പിച്ച നീതികൾ പിൻവലിക്കുക, ആധാരമെഴുത്തുകാരുടെ തൊഴിൽ സംരക്ഷണം ഉറപ്പുവരുത്തുക, ആധാരമെഴുത്തുകാർക്കായി സംവരണം ചെയ്യുക. യൂണിയൻ പ്രസിഡന്റ് രമേഷ് കുമാർ, ജില്ലാ വൈസ് പ്രസിഡന്റ് PT ജോൺ, TK ചെല്ലമ്മ തുടങ്ങിയവർ സംസാരിച്ചു. ആധാരമെഴുത്ത് സംരക്ഷിച്ച ആധാരമെഴുത്തുകാർക്കായി സംവരണം ചെയ്യുക, പെൻഷൻ നൽകുവാനുള്ള തീരുമാനം ഉടൻ നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സമരത്തിലുയർന്നു. ഡോക്ടർ KK ഹരിദാസ് ഫൌണ്ടേഷൻ നേതൃത്വത്തിൽ മെഗാ മെഡിക്കൽ ക്യാമ്പും ഡോക്ടർ ഹരിദാസ് അനുസ്മരണ സമ്മേളനവും സംഘടിപ്പിക്കുന്നു. നവംബർ 9 സംഘടിപ്പിച്ചിരിക്കുന്ന പരിപാടി മങ്കൊമ്പ് അവിട്ടം തിരുനാൾ സ്കൂളിലാണ് നടക്കുക. സ്കൂൾ പ്രിൻസിപ്പൽ കൺവീനറായുള്ള കമ്മിറ്റിക്കാണ് രജിസ്ട്രേഷൻ ചുമതല. ചമ്പക്കുളം, പുളിങ്കുന്ന് പഞ്ചായത്തുകളിലെ അംഗനവാടികൾ ആശാ വർക്കർമാർ മുഖേന പേര് രജിസ്റ്റർ ചെയ്യാം. ഇനിയൊരു ഇടവേള. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ. ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി, സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കുമല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ.
അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ, പിന്നെന്താ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി മാത്രമല്ല, 916 BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലക്കൽ പ്രിൻസ് ജ്വല്ലറിയാണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജ്വല്ലറി, മുല്ലക്കൽ, ആലപ്പുഴ. വാർത്തകൾ തുടരുന്നു. മാലിന്യവാഹിനിയായി കുട്ടനാട്. കുട്ടനാടൻ പാടശേഖരങ്ങളിലേക്ക് കക്കൂസ് മാലിന്യം ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ തള്ളുന്നത് പതിവാകുന്നു. പൊന്നു വിളഞ്ഞിരുന്ന കുട്ടനാടൻ പാടശേഖരങ്ങൾ ഇപ്പോൾ കക്കൂസ് മാലിന്യം പേറുകയാണ്. AC റോഡിന്റെ ഇരുവശത്തുമുള്ള പാടശേഖരങ്ങളിലേക്ക് ടാങ്കർ ലോറികൾ കൊണ്ടുവന്നാണ് മാലിന്യം തള്ളുന്നത്. കൈനഗിരി ജംഗ്ഷനും പണ്ടാരക്കുളത്തിനുമിടയിൽ പല ഭാഗങ്ങളിലായി കക്കൂസ് മാലിന്യം തള്ളിയിരിക്കുകയാണ്. പാടശേഖരത്തിന്റെ കൈത്തോട്ടിൽ ദുർഗന്ധം വമിക്കുന്ന നിലയിൽ മാലിന്യം പൊങ്ങിയൊഴുകുകയാണ്. രാത്രികാലത്ത് പോലീസ് ചെക്കിംഗ് ഊർജിതമല്ലാത്തതിനാലാണ് മാലിന്യം തള്ളൽ യഥേഷ്ടം നടക്കുന്നതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. ഇവിടെ മൊത്തം മാലിന്യം കൊട്ടുന്ന ഇവിടെ AC റോഡ് കൈന ജംഗ്ഷൻ മുതൽ പണ്ടാക്കുളം വരെ മൊത്തം മാലിന്യം കൊട്ടുകയാണ്. എന്തുതരം മാലിന്യം? അത് കക്കൂസ് ടാങ്ക് ആണ് കൂടുതലും. പിന്നെ പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. എല്ലാ ഇതും കൊണ്ട് കൊട്ടുന്നത് ഇവിടെ ഈ സൈഡിലാണ്. രാത്രി കാലങ്ങളിലാണ്. ആ സമയത്താകുമ്പോൾ ഇവിടെ ആരും ഇല്ല. AC റോഡ് ഇവിടുന്ന് മനുഷ്യനില്ലല്ലോ. കൈനേരി ജംഗ്ഷന് മുതൽ പണ്ടാക്കുളം വരെ. മാലിന്യം വരുന്നത് എവിടുന്നാന്ന് അറിയില്ല. പക്ഷെ ഇവിടെ മൊത്തം ഇവിടെയാണ് കുട്ടിയുന്നത്. ടാങ്കലോട് കൊണ്ട് കൂട്ടുക. അവിടെ മൊത്തം സ്ഥിരമായിട്ട് കൂട്ടുന്നുണ്ട്. ഇവിടെ ഇപ്പൊ കൃഷിക്കാരൻ പാടങ്ങളിലൊക്കെ കൂട്ടുന്നുണ്ട്. പണ്ടത്ത് പെണ്ണുങ്ങൾക്കൊക്കെ ഇറങ്ങാൻ ഭയങ്കര മടിയാണ്. ഇവിടെ മൊത്തം മാലിന്യം കൂട്ടിയിരിക്കുകയാണ് കണ്ടത്തിന്റെ സൈഡിലൊക്കെ. കക്കൂസ് മാലിന്യം ആണ് കൂടുതൽ കൂട്ടുന്നത്. എറണാകുളം, തൃശൂർ ജില്ലകളിലെ ഫ്ളാറ്റുകളിൽ നിന്നുമാണ് കുട്ടനാട്ടിലേക്ക് കക്കൂസ് മാലിന്യം എത്തുന്നത്. മാലിന്യം തള്ളുന്നവർക്കെതിരെ പോലീസ് നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ. നായർ സർവീസ് സൊസൈറ്റി പതാക ദിനാചരണം ഈ മാസം 31 നടക്കും. 1914 രൂപീകൃതമായ NSSന്റെ 100ാം പിറന്നാൾ ദിവസമായ ഒക്ടോബർ 31 കുട്ടനാട് താലൂക്ക് യൂണിയൻ ആസ്ഥാനമായ നെടുമുടിയിൽ PK രാധാകൃഷ്ണ പണിക്കർ രാവിലെ 10 പതാക ഉയർത്തും. ചങ്ങനാശ്ശേരി പുതുവൽ ചാരിറ്റബിൾ ഫൗണ്ടേഷന്റെ ഷെയർ ആൻഡ് കെയർ 2014 ഭാഗമായി നടത്തുന്ന ചങ്ങനാശ്ശേരിക്ക് 100 ഓട്ടോ പദ്ധതി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്യും. ഇതോടനുബന്ധിച്ച് ചലച്ചിത്ര താരം നാദിർ ഷാ നയിക്കുന്ന മെഗാ ഷോയും ഉണ്ടായിരിക്കും. ചങ്ങനാശ്ശേരി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ കേരള പിറവി ദിനമായ നവംബർ 1 പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പുതുവേലി ചാരിറ്റബിൾ ഫൗണ്ടേഷന്റെ ഒരു കേരള പിറവി സമ്മാനമായി നവംബർ 1 നമ്മുടെ ഗ്രാമപഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റി വഴി കുടുംബശ്രീകളെ തെരഞ്ഞെടുത്ത് വന്നിട്ടുള്ള 100 പേർക്ക് 100 കുടുംബങ്ങൾക്ക് പുതുവേലി ചാരിറ്റബിൾ ഫൗണ്ടേഷൻ വാങ്ങി നൽകുന്ന ഓട്ടോറിക്ഷയുടെ അതിന്റെ താക്കോൽ ദാനവും പരിപാടി നമ്മുടെ നവംബർ 1 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുക. ഏതാണ്ട് 20 വർഷക്കാലമായിട്ട് പുതുവേലി ചാരിറ്റബിൾ ഫൗണ്ടേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഈ വർഷത്തെ ഒരു വലിയ ദൗത്യമാണ് ബഹുമാനപ്പെട്ട ശ്രീ അലക്സ് പുതുവേലി അത് ഏറ്റെടുത്തിട്ടുള്ളത്. ചങ്ങനാശ്ശേരി നഗരസഭ, പായിപ്പാട്, തൃക്കിടത്താനം, വാഴപ്പള്ളി, മാടപ്പള്ളി, കുറിച്ചി എന്നീ ഗ്രാമപഞ്ചായത്തുകളിലെ കുടുംബശ്രീകളിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട കുടുംബങ്ങൾക്കാണ് ഓട്ടോറിക്ഷ നൽകുന്നത്. നവംബർ 1 വൈകുന്നേരം നടക്കുന്ന പരിപാടിയിൽ പ്രവാസികാര്യമന്ത്രി KC ജോസഫ്, കൊടിക്കുന്നിൽ സുരേഷ് MP, ആന്റോ ആന്റണി MP, CF തോമസ് MLA തുടങ്ങി നിരവധി പ്രമുഖർ പങ്കെടുക്കും. തുടർന്ന് ചലച്ചിത്ര താരം നാദിർ ഷാ നയിക്കുന്ന സൂപ്പർ മെഗാ സ്റ്റേജ് ഷോയും നടക്കും. വാർത്താ സമ്മേളനത്തിൽ കുഞ്ഞുമോൻ, എബി വർഗീസ്, അലക്സ് ജോസഫ് പുതുവേലി തുടങ്ങിയവർ പങ്കെടുത്തു. CPI ചങ്ങനാശ്ശേരി ടൗൺ ബ്രാഞ്ച് സെക്രട്ടറി ആയിരിക്കെ അന്തരിച്ച ജബ്ബാർ K റഹ്മാന്റെ കുടുംബ സഹായ ഫണ്ടിലേക്ക് സുമനസുകളുടെ സഹായം തേടി കുടുംബ സഹായ കമ്മിറ്റി രൂപീകരിച്ചു. CPIയുടെ നേതൃത്വത്തിലാണ് കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നത്. ഫണ്ടിലേക്ക് സംഭാവന ചെയ്യാൻ താൽപര്യമുള്ളവർ ചെയർമാൻ KT തോമസ് 94463
9446383255. നമ്പർ ഒരിക്കൽ കൂടി 9446383255 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഫെയർ മീറ്റർ സ്ഥാപിക്കുന്നതിനുള്ള പിഴ 50 രൂപയിൽ നിന്നും 2000 രൂപയാക്കി വർദ്ധിപ്പിച്ച നടപടിയിൽ പ്രതിഷേധിച്ച് ഡ്രൈവർമാർ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ഓട്ടോ ടാക്സി ടെമ്പോ തൊഴിലാളികളാണ് ഡ്രൈവേഴ്സ് യൂണിയൻ CITU നേതൃത്വത്തിൽ മാർച്ചും തുടർന്ന് ധർണയും നടത്തിയത്. ലീഗൽ മെട്രോളജി ഓഫീസ് പടിക്കൽ നടന്ന ധർണ CITU ആലപ്പുഴ ജില്ലാ ജോയിന്റ് സെക്രട്ടറി PP ചിത്തരഞ്ജൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് C വിനയചന്ദ്രൻ അധ്യക്ഷനായി. തൊഴിലാളികളുടെ ജീവിതത്തെ ആകെ ഏറ്റവും ദോഷകരമായി ബാധിക്കുന്ന നിരവധി തീരുമാനങ്ങളാണ് നമ്മുടെ സംസ്ഥാനത്തെ ഗവൺമെന്റ് എടുത്തുകൊണ്ടുപോകുന്നത്. ഒരെണ്ണം മാത്രമാണ് ഇന്ന് ഈ ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന 10,000-കണക്കിന് വരുന്ന തൊഴിലാളികൾക്ക് ഏറ്റവും ദ്രോഹകരമായിട്ടുള്ള ഈ ചാർജ് വർദ്ധനവ്. ഇപ്പൊ 50 രൂപയിൽ നിന്ന് 2000 രൂപയിലേക്ക് ഉയർത്തുക എന്ന് പറഞ്ഞാൽ എത്ര ഇരട്ടിയാവണം? 10-40 ഇരട്ടിയുടെ വർധനമാണ്. എന്ത് ന്യായീകരണമാണ് പറയാനുള്ളത്? ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ചില ഉദ്യോഗസ്ഥന്മാരുമായി സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് നിലവിൽ ഇതിന്റെ വില 1600 1700 ആണ്. ഇപ്പൊ 2000 രൂപ ഫൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഓടി ഇത് വാങ്ങാൻ വേണ്ടി പോകും. മീറ്റർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കമ്പനികളുണ്ട്. ആ കമ്പനികളുടെ വിൽപ്പനയ്ക്ക് വേണ്ടി അവർക്ക് ലാഭം കൊയ്യുന്നതിന് വേണ്ടി വൻകിടക്കാരായ കമ്പനികളുമായി ചേർന്നുകൊണ്ടുള്ള ഒരു ഒത്തുകളി കൂടി ഇതിന്റെ പിന്നിലുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. TK ബഷീർ, ജയകുമാർ, MM ഷരീഫ്, രാജേന്ദ്രകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. മുട്ടാർ CPM ലോക്കൽ കോൺഫറൻസ് തർക്കത്തെ തുടർന്ന് മുടങ്ങി. ഇത് സംബന്ധിച്ച് നിരവധി പോസ്റ്ററുകളാണ് മിത്രക്കരി മുട്ടാർ ഭാഗങ്ങളിൽ പതിച്ചിരിക്കുന്നത്. നിലവിൽ 11 അംഗ ലോക്കൽ കമ്മിറ്റിയാണുള്ളത്. ഇത് 13 ഉയർത്തി. എന്നാൽ 16 പേർ മത്സര രംഗത്തെത്തിയതാണ് ജില്ലാ നേതൃത്വത്തിന് തലവേദനയായിരിക്കുന്നത്. 28-ാം തീയതി ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം D ലക്ഷ്മണൻ ലോക്കൽ കോൺഫറൻസിൽ പങ്കെടുത്തിരുന്നു. ചങ്ങനാശ്ശേരി അസംഷൻ കോളേജിൽ വിദ്യാർത്ഥിനികളുടെ സംരംഭകത്വ പരിപാടികളുടെ ഉദ്ഘാടനവും വനിതാ സംരംഭകത്വ സെമിനാറും ഈ മാസം 30-ന് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടക്കും. കോളേജും കേരള സംസ്ഥാന ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനും ചങ്ങനാശ്ശേരി മർച്ചന്റ് അസോസിയേഷനും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഒന്നാങ്കര ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, തലവടി മാണത്താറ ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രം എന്നിവിടങ്ങളിലെ സ്കന്ദഷഷ്ടി മഹോത്സവം നടന്നു. രാവിലെ 5-ന് മഹാഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. നിരവധി ഭക്തജനങ്ങളാണ് സ്കന്ദഷഷ്ടി മഹോത്സവത്തിന് എത്തിയത്. എടത്വ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ ക്ഷേത്രം മേൽശാന്തി കുടൽമന വിഷ്ണു മാധവൻ നമ്പൂതിരി, മനോജ് നമ്പൂതിരി എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പുന്നപ്ര സെന്റ് ജോൺ മരിയ വിയാനി ക്രിസ്തുരാജ തീർത്ഥാടന കേന്ദ്രത്തിൽ ക്രിസ്തുരാജ മഹോത്സവം 2014 നവംബർ 1 മുതൽ 9 വരെ നടക്കും. ഫാദർ അഗസ്റ്റിൻ പൊങ്ങനാന്തടം, ഫാദർ റൈനോൾഡ് വട്ടത്തിൽ, ഫാദർ വർഗീസ് പീറ്റർ ചെറിയാശ്ശേരിയിൽ എന്നിവർ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഇനി ചരമവാർത്തകൾ. മണലാടി പുറവടിക്കളം മത്തായി ജോസഫ് നിര്യാതനായി 79 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പുന്നക്കുന്നത്തുശ്ശേരി മാമ്പൂത്തറ ജോസഫ് തോമസ് നിര്യാതനായി 60 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച 10:30-ന് പുന്നക്കുന്നത്തുശ്ശേരി സെന്റ് ജോസഫ് ദേവാലയ ഹോശായസ്ഥാനിൽ. തുരുത്തി വിജയഭവനിൽ CV വിജയൻ നിര്യാതനായി 64 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച 10-ന് തുരുത്തി 61 നമ്പർ SNDP ശാഖാ ശ്മശാനത്തിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിലമൊരുക്കി കാത്തിരുന്ന മാരാൻപാടത്ത് മട വീണു. 800 ഏക്കർ പാടശേഖരം വെള്ളം വറ്റിച്ച് വിതയ്ക്കാൻ നിലമൊരുക്കിയതിനു ശേഷം മട വീണത് കർഷകർക്ക് കനത്ത ആഘാതമായി. കുട്ടനാട്ടിൽ കുടിവെള്ളത്തിനായി കുട്ടനാട് MLA 40 ലക്ഷം രൂപ അനുവദിച്ചു. വിവിധ പഞ്ചായത്തുകളിലെ പൈപ്പ് ലൈനുകൾ പുതുക്കി ശുദ്ധജലം ലഭ്യമാക്കുന്നതിനായാണ് പദ്ധതി.
കേരളത്തെ രക്ഷിക്കാൻ ഇരുമുന്നണികളുടെയും അഴിമതി രാഷ്ട്രീയത്തിൽ നിന്ന് കേരളത്തെ രക്ഷിക്കാൻ NDAയെ വിളിക്കാൻ സെക്രട്ടേറിയറ്റ് ധർണ നവംബർ 1. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.